നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ലാ ലീഗയിലെ മാഡ്രിഡ് ഡെർബി വളരെ സ്പൈസി ആയിട്ടുള്ള ഒന്നായിരുന്നു. റയൽ മാഡ്രിഡ് ഗോളടിച്ച ഘട്ടത്തിൽ തിബോട്ട് കോർട്ടുവ, അദ്ദേഹം മുമ്പ് അത്ലറ്റിക്കോ കൂടി കളിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അത് വലിയ രൂപത്തിൽ ആഘോഷിച്ചത്, ആരാധകർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ആഘോഷിച്ചത് പിന്നെ പ്രശ്നമായി. ആരാധകർ പ്രൊവോക്ഡായി. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർ തിബോട്ട് കോർട്ടുവയ്ക്ക് നേരെ ഓരോ സാധനങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങി. അതിലിപ്പോൾ ലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, മറ്റു ചില സാധനങ്ങൾ കവറിലാക്കി എറിഞ്ഞതുണ്ട്. ഈ ലൈറ്റർ എറിഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് പിന്നെ ഒരു ആയുധം കത്തി പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ മാഡ്രിഡിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആരാധകർ പ്രൊവോക്കഡായി കളി നിർത്തിവെക്കേണ്ടി വരികയും പിന്നെ സിമിയോണിയും മറ്റുമൊക്കെ ആരാധകരോട് സംസാരിക്കുകയും അതിനുശേഷം പുനരാരംഭിക്കുകയും ഒക്കെ ചെയ്തു. കളി കഴിഞ്ഞിട്ട് പക്ഷേ സിമിയോണി പറഞ്ഞ ചില വാക്കുകൾ കുറച്ച് മുമ്പത്തെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഓർമ്മയെ കൊണ്ടുപോകുന്നുണ്ട്. സിമിയോണി കളി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. ഞാൻ ഫാൻസ് ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ ആളുകളെ പ്രൊവോക്ക് ചെയ്താൽ അവർ പിന്നെ പ്രതികരിക്കും, അത് സ്വാഭാവികമാണ് എന്നാണ് സിമിയോണി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ അത് പറയുന്നത് ആരാ? ഡിയേഗോ സിമിയോണി, ആരെയും പ്രൊവോക്ക് ചെയ്യാത്തൊരാൾ. അതാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2019 യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം, 2019 ഫെബ്രുവരിയിൽ യുവൻറ്റസും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ നടന്ന മത്സരം. അന്ന് ആൻ്റോയിൻ ഗ്രീസ്മാൻ അടിച്ചൊരു ഗോളിന് ആദ്യം മൊറാറ്റയുടെ ഗോളല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആൻ്റോയിൻ ഗ്രീസ്മാൻ അടിച്ചൊരു ഗോളിന് വലിയ രൂപത്തിൽ ആഘോഷിച്ച സിമിയോണി ബിഗ് ബോൾ സെലിബ്രേഷനാണ്, തനിക്ക് ബിഗ് ബോൾസ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പ്രകോപിപ്പിച്ച് കാണിച്ചൊരു സെലിബ്രേഷൻ ഓർമ്മയുണ്ടോ? ആ ആളാണ് ഇപ്പോൾ പറയുന്നത് പ്രകോപിപ്പിക്കാൻ പാടില്ലത്രേ. ഈ ആൾക്ക് പിന്നെ CR7 കൊടുത്തൊരു മറുപടിയുണ്ട്. ആ കളിയുടെ റിട്ടേൺ ലെഗിൽ, അന്ന് 2-0 അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യ കളി ജയിച്ചു പോയതാ. റിട്ടേൺ ലെഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അവതരിച്ചു യുവൻറ്റസിന് വേണ്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോ കളിയുടെ 27-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ, 49-ാമത്തെ മിനിറ്റിൽ രണ്ടാം ഗോൾ, അഗ്രിഗേറ്റ് 2-2 സമനില. തീർന്നില്ല, 86-ാമത്തെ മിനിറ്റിൽ വീണ്ടും പെനാൽറ്റിയിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഹാട്രിക് അങ്ങ് തികച്ചു. CR7 കൊടുത്തു തിരിച്ച്. അതേ സെലിബ്രേഷൻ സിമിയോണിക്ക് അങ്ങ് തിരിച്ചു കൊടുത്തു. ബിഗ് ബോൾസ് അതിവിടെയും ഉണ്ടെന്നേ. CR7 അത് കൃത്യമായിട്ട് കൊടുത്തത് ഒരു പക്ഷേ സിമിയോണി ഇപ്പോൾ മറന്നു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രകോപനവും അതിൻ്റെ റിയാക്ഷനും ഒക്കെ പറഞ്ഞത്. അന്ന് സിമിയോണി അതിനെപ്പറ്റി പറഞ്ഞ ന്യായീകരണം കൂടി കേൾക്കണം. ഇറ്റ് വാസ് ബിക്കോസ് വി ഹാവ് ഗോട്ട് ബിഗ് ബോൾസ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ തിരിച്ച് കിട്ടുമ്പോഴേ പഴയ കാലം അദ്ദേഹം മറന്നു പോകുന്നുവോ എന്നൊരു സംശയം. അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. അന്ന് യുവൻറ്റസിനോട് അത് ചെയ്യുമ്പോഴേ മറുഭാഗത്ത് ക്രിസ്ത്യാനോ ആണെന്ന് അദ്ദേഹം മറന്നുപോയി കാണും. ആള് മാറി, അതാണ് പ്രശ്നമായത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.